കോഴിവില കുറയ്ക്കാൻ സർക്കാരിന് അധികാരമില്ലെന്ന് വ്യാപാരികൾ. കോഴിവില വ്യാപാരികൾ നിശ്ചയിക്കുമെന്നും വ്യാപാരി വ്യവസായി സമിതി. വിവരങ്ങളുമായി മേഘ മാധവൻ തത്സമയം ചേരുന്നു. മേഘ, കോഴിവില വർദ്ധിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന ധനമന്ത്രി തന്നെ വളരെ കർശനമായി വ്യക്തമാക്കിയിരിക്കുന്ന സാഹചര്യത്തിലാണ് വ്യാപാരികൾ ഇങ്ങനെ ഒരു ആവശ്യവുമായി പ്രതിഷേധവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. എന്താണ് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? രശ്മി, കോഴിവില നിശ്ചയിക്കാൻ ഗവൺമെന്റിന് അധികാരം ഇല്ല എന്ന ഒരു വെല്ലുവിളിയുമായി തന്നെയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇപ്പോൾ രംഗത്ത് എത്തിയിരിക്കുന്നത്. വില നിശ്ചയിക്കാൻ സർക്കാരിന് ഒരു അധികാരവുമില്ല. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും ഒപ്പം തന്നെ ബ്രോയിലർ കോർഡിനേഷൻ കമ്മിറ്റി BCCയുമായിരിക്കും ഇനി കോഴിവില നിശ്ചയിക്കുക എന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ഡോക്ടർ T. നസറുദ്ദീൻ അല്പം മുമ്പ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. കോഴി 115 രൂപയ്ക്കും ഇറച്ചിക്കോഴി 170 രൂപയ്ക്കും വിൽപ്പന നടത്തുമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി വ്യക്തമാക്കുന്നു. ഒരു തരത്തിലും കോഴിവില കുറയ്ക്കാൻ തയ്യാറല്ല എന്ന നിലപാടിൽ തന്നെയാണ് ഈ വിഭാഗം വ്യാപാരികൾ. അവർ മുമ്പോട്ട് വെക്കുന്ന ഒരു കാര്യം എന്നത് തങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ധനമന്ത്രി തോമസ് ഐസക്കുമായി ഫോണിൽ ചർച്ച നടത്തി എന്നതാണ്. ഈ ചർച്ചയിൽ തങ്ങൾ മന്ത്രിയുമായി ഒരു ധാരണയുണ്ടാക്കി. ആ ധാരണ പ്രകാരം കോഴി 115 രൂപയ്ക്കും കോഴി ഇറച്ചി 170 രൂപയ്ക്കുമായിരിക്കും ഇനി മുതൽ വിൽക്കുക എന്നും വ്യാപാരി വ്യവസായി വ്യക്തമാക്കുന്നു. എന്നാൽ അത്തരത്തിൽ ഒരു ധാരണയും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് മന്ത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത്. ദിവസങ്ങൾക്കനുസരിച്ച് കാരണം ചെറിയ മാറ്റങ്ങൾ കോഴിവിലയിൽ വരാമെന്ന് നേരത്തെ തന്നെ ചർച്ചയിൽ തീരുമാനമായിരുന്നു. പക്ഷേ ഒരു തരത്തിലും ഇങ്ങനെയൊരു ധാരണ ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. അപ്പോഴും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആവർത്തിക്കുന്ന ഒരു കാര്യം എന്നത് കോഴിവില നിശ്ചയിക്കാനുള്ള അധികാരം സർക്കാരിന് ഇല്ല എന്നു തന്നെയാണ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും ഒപ്പം തന്നെ BCCയുമായിരിക്കും ഇനി വില നിശ്ചയിക്കുക എന്നും വ്യാപാരി വ്യവസായി വ്യക്തമാക്കുന്നു. നേരത്തെ പറഞ്ഞ വിലയിൽ നിന്നും ഒരു മാറ്റവും ഉണ്ടാകില്ല. 30-ാം തീയതി വരെ കോഴി 115 രൂപയ്ക്കും കോഴി ഇറച്ചി 170 രൂപയ്ക്കും മാത്രമേ കടകളിൽ വിൽക്കുകയുള്ളൂ എന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി വ്യക്തമാക്കുന്നു. രശ്മി, കോഴിവില നിശ്ചയിക്കാൻ സർക്കാരിന് അധികാരമില്ല എന്ന വാദവുമായി വ്യാപാരി വ്യവസായി സമിതി വിവരങ്ങൾ നൽകിയത് മേഘയാണ്. ദിലീപിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഹൈക്കോടതി വ്യാഴാഴ്ചത്തേക്ക് മാറ്റി. ജാമ്യ ഹർജിയിൽ ഇന്ന് തന്നെ വാദം കേൾക്കണമെന്ന ദിലീപിന്റെ ആവശ്യം കോടതി പരിഗണിച്ചില്ല. കേസിൽ അടിയന്തര സാഹചര്യമില്ലെന്ന പ്രോസിക്യൂഷന്റെ വാദം കണക്കിലെടുത്താണ് കേസ് മാറ്റിവെച്ചത്. ഇതിനിടെ ദിലീപിന് ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള അങ്കമാലി കോടതി വിധിയുടെ പകർപ്പ് പീപ്പിൾ TVക്ക് ലഭിച്ചു. സമാന മനസ്കർക്കുള്ള മുന്നറിയിപ്പാണ് ഉത്തരവെന്ന് വിധിന്യായത്തിൽ പറയുന്നു. രാവിലെ 10:15ഓടെയാണ് അഡ്വക്കേറ്റ് K. രാംകുമാർ മുഖേന ദിലീപ് ജാമ്യഹർജി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തത്. ഇന്ന് തന്നെ വാദം കേൾക്കണമെന്ന ആവശ്യവും ഹർജിയിൽ മുന്നോട്ട് വച്ചിരുന്നു. 2 മണിയോടെ കോടതി ഹർജി പരിഗണിച്ചു. കേസിൽ ഉടൻ വാദം കേൾക്കണമെന്ന് ദിലീപിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് K. രാംകുമാർ ആവശ്യപ്പെട്ടു. എന്നാൽ ഉടൻ വാദം കേൾക്കേണ്ട സാഹചര്യം ഈ കേസിൽ ഇല്ലെന്നായിരുന്നു പ്രോസിക്യൂഷനു വേണ്ടി ഹാജരായ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ മഞ്ചേരി ശ്രീധരൻ നായരുടെ നിലപാട്. കേസ് തിങ്കളാഴ്ചത്തേക്ക് മാറ്റണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. തുടർന്നാണ് കേസ് വ്യാഴാഴ്ചത്തേക്ക് മാറ്റിയതായി ജസ്റ്റിസ് സുധീന്ദ്രകുമാർ അറിയിച്ചത്. വ്യാഴാഴ്ച ജാമ്യഹർജികൾ പരിഗണിക്കുന്ന ജസ്റ്റിസ് സുനിൽ തോമസിന്റെ ബെഞ്ച് വാദം കേൾക്കും. 1-ാം പ്രതിയായ പൾസർ സുനിയുടെ വിശ്വാസയോഗ്യമല്ലാത്ത മൊഴിയുടെ മാത്രം അടിസ്ഥാനത്തിലാണ് തന്നെ അറസ്റ്റ് ചെയ്തത് എന്നായിരുന്നു ദിലീപ് ജാമ്യഹർജിയിൽ ആരോപിച്ചത്. പോലീസ് ഹാജരാക്കിയിരിക്കുന്ന തെളിവുകൾ താനുമായി ബന്ധമില്ലാത്തതാണ്. മാത്രമല്ല താൻ അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുന്നുണ്ടെന്നും ദിലീപ് ജാമ്യഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. അങ്കമാലി കോടതി ജാമ്യം നിഷേധിച്ചതിനെ തുടർന്നാണ് ദിലീപ് ഹൈക്കോടതിയെ സമീപിച്ചത്. ദിലീപിനെതിരെയുള്ള ആരോപണങ്ങൾ ഗുരുതരമാണെന്ന് അങ്കമാലി മജിസ്ട്രേറ്റ് ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ പറഞ്ഞിരുന്നു. ജാമ്യത്തിൽ വിട്ടാൽ പ്രതി തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുള്ളതായും അങ്കമാലി കോടതി വിലയിരുത്തിയിരുന്നു. ദിലീപിന് ജാമ്യം നിഷേധിച്ചത് സമാന മനസ്കർക്കുള്ള മുന്നറിയിപ്പാണെന്നും ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന ദിലീപ് ഇപ്പോൾ ആലുവ സബ് ജയിലിലാണ് ഉള്ളത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികളുടെ മൊഴി രേഖപ്പെടുത്തി. സ്പീക്കറുടെ ഓഫീസിന്റെ അതൃപ്തിയെ തുടർന്ന് PT തോമസ് MLAയുടെ മൊഴിയെടുക്കൽ ഈ മാസം 21-ലേക്ക് മാറ്റി. അൻവർ സാദത്ത്, മുകേഷ് എന്നിവരോട് കേസിലെ പ്രതികളുമായുള്ള ബന്ധത്തെക്കുറിച്ചാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വിവരങ്ങൾ ആരാഞ്ഞത്. നടിയെ ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ MLAമാരായ PT തോമസ്, അൻവർ സാദത്ത്, മുകേഷ് എന്നിവരുടെ മൊഴി രേഖപ്പെടുത്താൻ തീരുമാനിച്ചത്. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികൾ തിരുവനന്തപുരത്ത് എത്തിയപ്പോഴായിരുന്നു മൊഴി രേഖപ്പെടുത്തിയത്. രാവിലെ അൻവർ സാദത്തിന്റെയും മുകേഷിന്റെയും മൊഴി രേഖപ്പെടുത്തിയെങ്കിലും ഉച്ചയ്ക്ക് ശേഷം PT തോമസിന്റെ മൊഴി രേഖപ്പെടുത്താനായില്ല. സ്പീക്കറുടെ അനുമതിയില്ലാതെ MLA ഹോസ്റ്റലിൽ പ്രവേശിച്ച് മൊഴി രേഖപ്പെടുത്തിയ നടപടി സ്പീക്കറുടെ ഓഫീസ് തടഞ്ഞു. രാവിലെ 10 മണിയോടെയായിരുന്നു അൻവർ സാദത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയത്. ദിലീപുമായും പൾസർ സുനിയുമായുള്ള ബന്ധത്തെക്കുറിച്ചായിരുന്നു പ്രധാന ചോദ്യങ്ങൾ. വിദേശയാത്ര സംബന്ധിച്ചും സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുമുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി മൊഴിയായി രേഖപ്പെടുത്തി. ഒന്ന്, ഞാൻ ദിലീപുമായിട്ട് എന്താണ് എൻ്റെ ബന്ധം? അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ
വളരെ വർഷങ്ങളായിട്ടുള്ള സുഹൃത്താണ് എന്നുള്ള രീതിയിലും അന്ന് പത്രമാധ്യമങ്ങളുടെ തന്നെ പറഞ്ഞ് ആ രീതിയിൽ തന്നെ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ദിലീപിനെ ഫോൺ ചെയ്യാനുണ്ടായ സാഹചര്യങ്ങൾ, ആ സാഹചര്യങ്ങളെല്ലാം പറഞ്ഞു. ഇന്ന രീതിയിലാണ് ഫോൺ ചെയ്തതും പലതവണ ഈ സംഭവം നടങ്ങിയ പിറ്റേ ദിവസം മുതലുള്ള ഫോൺ ചെയ്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു. പിന്നെ ദിലീപിനെ വീട്ടിൽ പോയി കണ്ട കാര്യങ്ങൾ ആദ്യ പ്രാവശ്യം പോയി കണ്ടു. പിന്നീടും ഒരു കണ്ട കാര്യം എല്ലാം കണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവിടെ ഉണ്ടായ സംസാരങ്ങളും എല്ലാം പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ പൾസർ സുനിയായിട്ട് പരിചയമുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് യാതൊരു ബന്ധവും അറിയപ്പോലത്തെ ആളാ എന്ന് അത് സംസാരിച്ചു. 11:45 മുകേഷിന്റെ മൊഴി രേഖപ്പെടുത്തൽ ആരംഭിച്ചത്. മുകേഷിനൊപ്പം പൾസർ സുനി ഡ്രൈവറായി ജോലി നോക്കിയതും കാരണങ്ങളാണ് പ്രധാന മൊഴിയായി രേഖപ്പെടുത്തിയത്. സ്പീക്കറുടെ അനുമതിയോടെയോ പുറത്തുള്ള ഏതെങ്കിലും കേന്ദ്രത്തിൽ വെച്ചോ ഈ മാസം 21-ന് PT തോമസിന്റെ മൊഴി രേഖപ്പെടുത്താനും അന്വേഷണ ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ പൾസർ സുനിയുടെ മുൻ അഭിഭാഷകൻ പ്രതീഷ് ചാക്കോ പ്രതിയായേക്കും. നടിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തിയ മെമ്മറി കാർഡ് പ്രതീഷ് ചാക്കോയുടെ ഓഫീസിൽ നിന്ന് മാസങ്ങൾക്ക് മുൻപ് പോലീസ് കണ്ടെടുത്തിരുന്നു. ഒളിവിൽ പോയ പ്രതീഷ് ചാക്കോയ്ക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. അതേസമയം പ്രതീഷ് ചാക്കോയുടെ ജൂനിയർ രാജു ജോസഫിൽ നിന്ന് മറ്റൊരു മെമ്മറി കാർഡ് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. സഹോദരൻ അനൂപും 2 ബന്ധുക്കളും ആലുവ സബ് ജയിലിലെത്തി ദിലീപിനെ കാണുകയും ചെയ്തു. നടിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തിയ മെമ്മറി കാർഡ് ഉൾപ്പെടെയുള്ളവ അഭിഭാഷകനായ പ്രതീഷ് ചാക്കോയെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നായിരുന്നു പൾസർ സുനിയുടെ മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രതീഷ് ചാക്കോയുടെ ഓഫീസിൽ നടത്തിയ റെയ്ഡിൽ പൾസർ സുനിയുടെ വസ്ത്രങ്ങൾ, മെമ്മറി കാർഡ്, 2 സിം കാർഡുകൾ, മൊബൈൽ ഫോൺ എന്നിവ പോലീസ് പിടിച്ചെടുത്തിരുന്നു. മെമ്മറി കാർഡ് പിന്നീട് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരുന്നു. പരിശോധനയിൽ നടി ആക്രമിക്കപ്പെടുന്ന ദൃശ്യങ്ങൾ മെമ്മറി കാർഡിൽ ഉള്ളതായും വ്യക്തമായിരുന്നു. എന്നാൽ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച യഥാർത്ഥ ഫോണിനായി അന്വേഷണം തുടരുകയാണ്. ഒളിവിൽ പോയ പ്രതീഷ് ചാക്കോയെ ഉടൻ കണ്ടെത്തി അറസ്റ്റ് രേഖപ്പെടുത്താനാണ് പോലീസിന്റെ നീക്കം. ഇതിനിടെ പ്രതീഷ് ചാക്കോയുടെ ജൂനിയർ രാജു ജോസഫിനെ ഇന്നലെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു. രാജുവിൽ നിന്ന് മറ്റൊരു മെമ്മറി കാർഡ് പോലീസ് പിടിച്ചെടുത്തു. പ്രാഥമിക പരിശോധനയിൽ മെമ്മറി കാർഡിൽ ദൃശ്യങ്ങളില്ലെന്ന് വ്യക്തമായി. വിദഗ്ധ പരിശോധനയ്ക്കായി മെമ്മറി കാർഡ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നടിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ ദിലീപിന്റെ ഉടമസ്ഥതയിലുള്ള ചാലക്കുടി ഡി സിനിമാസ് പ്രവർത്തനാനുമതി ലഭ്യമായതിൽ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ. ഇന്ന് ചേർന്ന ചാലക്കുടി നഗരസഭാ കൗൺസിലാണ് ശുപാർശ നൽകിയത്. 2014-ൽ UDF ഭരണസമിതിയാണ് തിയേറ്ററിന് പ്രവർത്തനാനുമതി നൽകിയിരുന്നത്. അനുമതി നേടിയെടുക്കാൻ ദിലീപ് ഭരണസമിതിക്ക് 20 ലക്ഷം രൂപ കൈക്കൂലി നൽകിയതായി LDF കൗൺസിലർമാർ ആരോപിച്ചു. ഇതിനു പുറമെ 5 ലക്ഷം രൂപ നഗരസഭാ ടൗൺ ഹാൾ നിർമ്മാണത്തിനായി ദിലീപ് സംഭാവന നൽകിയെന്നും ആരോപണമുയർന്നിട്ടുണ്ട്. കയ്യേറ്റ ഭൂമിയിലെ തിയേറ്റർ നിർമ്മാണത്തിനെതിരെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം അന്വേഷണം ആരംഭിച്ചിരുന്നു. തമിഴ് മാധ്യമങ്ങൾക്കെതിരെ സംസ്ഥാന വനിതാ കമ്മീഷൻ. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകിയതിനെതിരെയാണ് വിമർശനം. നടിയുടെ പേരും ചിത്രവും നൽകുന്നതിനെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വനിതാ കമ്മീഷൻ കത്തയച്ചു. തമിഴ്നാട് വനിതാ കമ്മീഷനും PRD ഡയറക്ടർക്കുമാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ കത്തയച്ചിരിക്കുന്നത്. നിയമലംഘനം നടത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ചെയർപേഴ്സൺ MC ജോസഫൈൻ കത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നൽകിയ വാർത്തകളിലെ പേരും ചിത്രവും ഉൾപ്പെടുത്തിയത് നീക്കം ചെയ്യണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു. അസാധു നോട്ട് മാറാൻ ഇനി സമയം നൽകാനാകില്ലെന്ന് കേന്ദ്ര സർക്കാർ. സുപ്രീംകോടതിയിൽ കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലം സമർപ്പിച്ചു. മതിയായ കാരണങ്ങളുണ്ടെങ്കിൽ റദ്ദാക്കിയ നോട്ടുകൾ മാറ്റിവാങ്ങാൻ അർഹരായവർക്ക് ഒരു അവസരം നൽകണമെന്ന് കോടതി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇനിയും സമയം അനുവദിച്ചാൽ കള്ളപ്പണം തടയാനുള്ള കേന്ദ്ര സർക്കാർ നടപടിക്ക് തടസ്സമാകുമെന്നാണ് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്ന വിശദീകരണം. എന്ത് ധരിക്കണമെന്നും എന്ത് ഭക്ഷിക്കണമെന്നും RSS തീരുമാനിക്കേണ്ടെന്ന മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. പൗരന്റെ മൗലികാവകാശങ്ങൾ RSS ഹനിക്കുകയാണ്. കുടുംബങ്ങളിൽ മനുസ്മൃതി അടിച്ചേൽപ്പിക്കുന്നു. പ്രധാനമന്ത്രി അടിയന്തരമായി ഇക്കാര്യത്തിൽ ഇടപെടണമെന്നും മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. മതസ്പർദ്ധയുണ്ടാക്കുന്ന പരാമർശങ്ങൾ നടത്തിയെന്ന കേസിൽ മുൻ DGP സെൻകുമാറിന് ഹൈക്കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചു. ഉപാധികളോടെയാണ് ജാമ്യം. അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിടണമെന്ന അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കോടതി നിർദ്ദേശം നൽകി. സെൻകുമാർ സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജി പരിഗണിച്ചാണ് കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചത്. മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ ഒരു വാരികയ്ക്ക് നൽകിയ അഭിമുഖത്തെ തുടർന്നാണ് സെൻകുമാറിനെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്തത്. താൻ പറയാത്ത കാര്യങ്ങളാണ് വാരികയിൽ അച്ചടിച്ച് വന്നതെന്നാണ് സെൻകുമാറിന്റെ വാദം. തിങ്കളാഴ്ച കേസ് വീണ്ടും പരിഗണിക്കും. അതേസമയം പരാതിക്കാരനായ ഹാഫിസിന്റെ മൊഴി തിരുവനന്തപുരത്ത് രേഖപ്പെടുത്തി. സ്വാശ്രയ പ്രശ്നത്തിൽ സർക്കാർ നിലപാടിന് ഹൈക്കോടതിയുടെ അംഗീകാരം. മെഡിക്കൽ പ്രവേശനത്തിന് ഏകീകൃത ഫീസ് നിർണ്ണയിച്ചുകൊണ്ടുള്ള ഓർഡിനൻസ് റദ്ദാക്കണമെന്ന മാനേജ്മെന്റുകളുടെ ആവശ്യം ഹൈക്കോടതി തള്ളി. പുതുക്കിയ ഫീസ് ഘടന പ്രകാരം പ്രവേശന നടപടികളുമായി സർക്കാരിന് മുന്നോട്ട് പോകാമെന്നും കോടതി വ്യക്തമാക്കി.
ഹർജി തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. നിലവിലെ ഓർഡിനൻസും ഫീസ് ഘടനയും തുടരാമെന്നും കോടതി വ്യക്തമാക്കി. പുതുക്കിയ ഏകീകൃത ഫീസ് ഘടന അനുസരിച്ച് പ്രവേശന നടപടികളുമായി സർക്കാരിന് മുന്നോട്ടു പോകാം. എന്നാൽ ഫീസ് താൽക്കാലികമാണെന്ന് വിദ്യാർത്ഥികളെ അറിയിക്കണം. വിദ്യാർത്ഥികളിൽ നിന്ന് ഇത് സംബന്ധിച്ച് സത്യവാങ്മൂലം വാങ്ങണമെന്നും കോടതി നിർദ്ദേശിച്ചു. എന്നാൽ ഓർഡിനൻസ് ഇറക്കാൻ വൈകിയതിൽ കോടതി അതൃപ്തി രേഖപ്പെടുത്തി. സ്വാശ്രയ MBBS BDS സീറ്റുകളിലേക്ക് ഏകീകൃത ഫീസ് നിർണ്ണയിച്ച് സർക്കാർ ഇറക്കിയ ഓർഡിനൻസ് നിയമപരമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു മാനേജ്മെന്റുകൾ കോടതിയെ സമീപിച്ചത്. രാജേന്ദ്രബാബു കമ്മീഷന് ഫീസ് നിർണ്ണയിക്കാൻ അധികാരമില്ലെന്നും മാനേജ്മെന്റുകൾ ചൂണ്ടിക്കാട്ടി. നിശ്ചയിച്ച ഫീസ് അപര്യാപ്തമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഓർഡിനൻസ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം മാനേജ്മെന്റുകൾ ഉന്നയിച്ചത്. എന്നാൽ ഓർഡിനൻസ് സ്റ്റേ ചെയ്യാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കി. അതേസമയം മാനേജ്മെന്റുകളുടെ ഹർജിയിൽ അടുത്ത മാസം വാദം കേൾക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സർക്കാർ നിലപാടിനുള്ള അംഗീകാരമാണ് ഹൈക്കോടതി വിധിയെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ. മെഡിക്കൽ പ്രവേശനത്തിന് ഏകീകൃത ഫീസ് തീരുമാനിച്ചത് സർക്കാരല്ല, ഫീസ് നിർണ്ണയ സമിതിയാണ്. പൂർണ്ണമായും ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തതെന്നും ആരോഗ്യമന്ത്രി തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. ഫീ റെഗുലേറ്ററി കമ്മിറ്റി നിശ്ചയിക്കുന്ന ഫീസ് അംഗീകരിക്കാം എന്നുള്ള ധാരണയിലാണ് ഗവൺമെൻറ് എത്തിച്ചേർന്നത്. ഫീ റെഗുലേറ്ററി കമ്മിറ്റി നിശ്ചയിച്ച ഫീസ് മാനേജ്മെൻറ്റിന് സമ്മതമല്ല എന്നുള്ള രീതിയിലാണ് ഇവർ കോടതിയിൽ പോയത്. അതാണിപ്പോൾ കോടതി തള്ളിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഗവൺമെൻറ്റിൻ്റെ തീരുമാനം ശരിയായിരുന്നു എന്നുള്ളതാണ്. ഏകീകൃത ഫീസ് സർക്കാർ നിശ്ചയിക്കുന്നതല്ല. മാനേജ്മെൻറ്റിൻ്റെ ചെലവും മറ്റു കാര്യങ്ങളും എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഫീ റെഗുലേറ്ററി കമ്മിറ്റി നിശ്ചയിക്കുന്ന ഫീസാണ്. അപ്പോൾ അത് സർക്കാർ നിശ്ചയിക്കുന്നതല്ല, അതിനൊരു കാൽക്കുലേഷനുണ്ട്. ഫീ റെഗുലേറ്ററി കമ്മിറ്റി അങ്ങനെയാണ് നിശ്ചയിക്കുക. അപ്പോൾ അതിന് ഫീ റെഗുലേറ്ററി കമ്മിറ്റി സ്വീകരിച്ച മാനദണ്ഡം എന്താണെന്ന് അവർ മനസ്സിലാക്കുക. നഴ്സുമാർക്കായി സർക്കാർ പ്രഖ്യാപിച്ച വേതന പരിഷ്കരണം അംഗീകരിക്കുന്നതായി സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകൾ. സമരം തുടരുന്ന നഴ്സുമാർ ഇതിൽ നിന്ന് പിന്മാറണം. സമരം തുടർന്നാലും ആശുപത്രികൾ അടച്ചിടില്ലെന്നും കൊച്ചിയിൽ ചേർന്ന മാനേജ്മെന്റ് അസോസിയേഷൻ സംയുക്ത യോഗം വ്യക്തമാക്കി. അതേസമയം സമരം തുടരുന്ന ഇന്ത്യൻ നഴ്സസ് അസോസിയേഷനെ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. അടിസ്ഥാന ശമ്പളം 20,000 രൂപയാക്കണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം നഴ്സുമാർ സമരം തുടരുന്ന സാഹചര്യത്തിലാണ് സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകളുടെ സംയുക്ത സംഘടന കൊച്ചിയിൽ യോഗം ചേർന്നത്. സർക്കാർ പ്രഖ്യാപിച്ച 17,500 രൂപ എന്ന വേതന പരിഷ്കരണം അംഗീകരിക്കുന്നതായി യോഗശേഷം സംഘടനാ പ്രതിനിധികൾ മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ അടിസ്ഥാന ശമ്പളം 20,000 രൂപയാക്കണമെന്ന നഴ്സുമാരുടെ ആവശ്യം അംഗീകരിക്കാനാവില്ല. മറ്റ് ജീവനക്കാരുടെ വേതന പരിഷ്കരണം സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ ഈ മാസം 20-ന് IRC യോഗം വിളിച്ചിട്ടുണ്ട്. സമരം തുടരുന്നവർ ഇത് അവസാനിപ്പിച്ച് ഈ യോഗത്തിൽ പങ്കെടുക്കണമെന്നും പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഹുസൈൻ കോയ തങ്ങൾ ആവശ്യപ്പെട്ടു. BSc നഴ്സസും ANM നഴ്സസ്, അതേപോലെ തന്നെ പാരാമെഡിക്കൽ സ്റ്റാഫ്, അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിലെ സ്റ്റാഫ്, പൊതുഭരണത്തിലുള്ള സ്റ്റാഫ് എല്ലാവരുടെയും വേജ് റിവിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതേപോലെ തന്നെ ഇൻക്രിമെൻറ്റ്, വെയിറ്റേജ് പോലുള്ള കാര്യങ്ങളുമൊക്കെ തീരുമാനിക്കാൻ 20-ാം തീയതി IRC വിളിച്ചിട്ടുണ്ട്. അന്ന് മാറ്റിവെച്ചിരിക്കുകയാണ്. ആ 20-ാം തീയതി IRCയിൽ എടുക്കേണ്ട തീരുമാനങ്ങളെക്കുറിച്ച് ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. സർക്കാർ നിർദ്ദേശിച്ച തരത്തിൽ ശമ്പളം വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ സമരം തുടരുമെന്ന് കരുതുന്നില്ല. സമരം തുടർന്നാലും ആശുപത്രികൾ അടച്ചിടില്ലെന്നും മാനേജ്മെന്റ് പ്രതിനിധികൾ വ്യക്തമാക്കി. അതേസമയം സമരം തുടരുന്ന ഇന്ത്യൻ നഴ്സസ് അസോസിയേഷനെ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചു. അടുത്ത വ്യാഴാഴ്ചയാണ് INA ഭാരവാഹികളും ആശുപത്രി പ്രതിനിധികളുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തുക. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഇന്ത്യൻ നഴ്സസ് അസോസിയേഷന്റെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് നഴ്സിംഗ് വിദ്യാർത്ഥികൾ രംഗത്ത്. പരിയാരം മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾ സമരം ആരംഭിച്ചു. സ്വകാര്യ ആശുപത്രികളിൽ സേവനം നടത്തണമെന്ന് കളക്ടർ ഉത്തരവിറക്കിയിരുന്നു. ഇതിനെതിരെയാണ് സമരം. അതേസമയം കളക്ടറുടേത് ശരിയായ നടപടിയെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ പറഞ്ഞു. നഴ്സുമാരുടെ സമരം അവസാനിപ്പിക്കാൻ സർക്കാർ കഴിയുന്നത്ര വേഗം നടപടികൾ സ്വീകരിക്കണമെന്ന് LDF യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. 20-ന് മുഖ്യമന്ത്രി വിളിച്ചിരിക്കുന്ന യോഗത്തിൽ സമരം അവസാനിപ്പിക്കാൻ വേണ്ട തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് LDF കൺവീനർ വൈക്കം വിശ്വൻ പറഞ്ഞു. റേഷൻ ലിസ്റ്റിൽ കടന്നുകൂടിയിരിക്കുന്ന അനർഹരെ ഒഴിവാക്കാനും അർഹരായവരെ ഉൾപ്പെടുത്താനും സർക്കാർ ശാസ്ത്രീയ മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും LDF ആവശ്യപ്പെട്ടു. KSRTC ജീവനക്കാർക്കും പെൻഷൻകാർക്കും കൃത്യമായി ശമ്പളവും പെൻഷനും ലഭിക്കാൻ നടപടി കൈക്കൊള്ളാനും LDF യോഗം ശുപാർശ ചെയ്തു. ചർച്ച ചെയ്തത് നേഴ്സസ് സമരത്തെക്കുറിച്ചാണ്. ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന നേഴ്സസ് സമരം പൂർണ്ണമായും അത് അവസാനിപ്പിക്കുന്നതിന് ആവശ്യമായ നടപടികൾ ഗവൺമെൻറ് കഴിയുന്നത്ര വേഗം കൈക്കൊള്ളണം. KSRTC പുനഃസംഘടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്രമന്ത്രി M. വെങ്കയ്യ നായിഡു NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വൈകിട്ട് ചേർന്ന BJP പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് തീരുമാനം. പ്രതിപക്ഷത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി മുൻ ഗവർണർ ഗോപാൽകൃഷ്ണ ഗാന്ധിയാണ്. ജൂലൈ 18-നാണ് നോമിനേഷൻ നൽകാനുള്ള അവസാന തീയതി. ഓഗസ്റ്റ് 5-നാണ് തെരഞ്ഞെടുപ്പ്. നിലവിലെ ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരിയുടെ കാലാവധി ഓഗസ്റ്റ് 10-ന് അവസാനിക്കും.